ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേക്കിടയിലുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട് 15 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഉത്തർപ്രദേശിലെ സംബാലിലെ ഒരു പ്രാദേശിക കോടതി വ്യാഴാഴ്ചത്തേക്ക് തള്ളിയത്. 2024 നവംബർ 24-ാം തീയതി പൊട്ടിപ്പുറപ്പെട്ട അക്രമത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പള്ളി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ഹരിഹർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഹർജിയുമായി ബന്ധപ്പെട്ടതായിരുന്നു സർവേ. ഇതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അഡീഷണൽ ജില്ലാ ജഡ്ജി ADG അതുപോലെ നിർഭയ് നാരായൺ സിംഗ് ജാമ്യാപേക്ഷകൾ പരിഗണിച്ചെങ്കിലും കോടതിയിൽ ഹാജരാക്കിയ ശക്തമായ തെളിവുകൾ ചൂണ്ടിക്കാണിച്ച് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. സർക്കാർ അഭിഭാഷകൻ ഹരി ഓം പ്രകാശ് സൈനി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രതിക്കെതിരായ തെളിവുകൾ തുടർച്ചയായ ജുഡീഷ്യൽ നടപടിക്രമത്തിന് ആവശ്യമായത്ര ഗൗരവമുള്ളതാണ് എന്നും കോടതി കണ്ടെത്തി. എല്ലാ പ്രതികളെയും CCTV ദൃശ്യങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരാതിക്കാരൻ FIR-ൽ അവരുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരോധന ഉത്തരവുകൾ നിലവിലുണ്ടായിട്ടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ജനക്കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ വിസമ്മതിക്കുകയും പകരം കല്ലുകളും തോക്കുകളും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു. വിധിന്യായത്തെ ഉദ്ധരിച്ച് സൈനി പറഞ്ഞു, സംഭവത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും 25ഓളം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതുപോലെ ഈ സംബാലിലെ കലാപത്തിനിടയിൽ അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിനിനെ കൊല്ലാൻ കലാപകാരികൾ പദ്ധതിയിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട് വന്നത്. ഇതിനുവേണ്ടി ആയുധങ്ങൾ അടക്കം എത്തിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഷാഹി ജുമാ മസ്ജിദ് ഹരിഹർ മന്ദിർ തർക്കത്തില് ഹിന്ദു പക്ഷത്തിന്റെ അഭിഭാഷകനാണ് വിഷ്ണു ശങ്കർ ജെയിൻ. കലാപത്തിന്റെ സൂത്രധാരൻ ഷാരിഖ് സാത്തയാണ് ഇതിനായി ഗൂഢാലോചന നടത്തിയത്. ഇയാളുടെ നിർദ്ദേശപ്രകാരം സഹായിയായ മുല്ല അഫ്രോസ് ആയുധങ്ങൾ കലാപകാരികൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് കലാപം അടിച്ചമർത്തിയതോടെ പദ്ധതി നടപ്പായില്ല. നിരവധി പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഷാരിഖ് സത്ത UAE-യിലാണ് സ്ഥിരതാമസം. അതിന് അദ്ദേഹം നിരവധി പടിഞ്ഞാറൻ ആളുകളെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷാരിഖ് സത്തയുടെ കൂട്ടാളിയായിട്ടുള്ള വാരിസിനെ സംബാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് നിർണായകമായ വിവരം പോലീസിന് ലഭിക്കുന്നത്. അന്വേഷണ സംഘം ഇതിന്റെ പിന്നാലെ പോയപ്പോൾ നിരവധി തെളിവുകളാണ് ലഭിച്ചത്. പ്രവാചക നിന്ദയാരോപിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിനിനെ കൊലപ്പെടുത്താൻ ഷാരിഖ് സത്തയും സംഘവും ആയുധങ്ങൾ വിതരണം ചെയ്തതായി വാരിസ് പോലീസിനോട് പറഞ്ഞു. അതുവരെ ഈ ഷാരിഖ് സത്തയോടൊപ്പം വലങ്കൈയായിരുന്ന കൂട്ടാളിയെ പോലീസ് പിടിച്ചപ്പോഴാണ് അയാള് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇസ്ലാമിനെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ പ്രവാചകന്റെ പേര് പറഞ്ഞെടുത്ത് എവിടെയെങ്കിലും നിന്ദിക്കുകയോ ചെയ്താൽ അവരെ കീഴ്പ്പെടുത്താൻ നമ്മളെ ഉള്ളൂ എന്ന രൂപത്തിൽ അദ്ദേഹം ക്ലാസുകൾ നൽകിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ വാരിസ് പോലീസിന് നൽകിയ മൊഴി. സർവേ നടത്താൻ അനുവദിക്കരുത് എന്നും വിഷ്ണു ജെയിനിനെ വധിക്കണമെന്നും ഷാരിഖ് സത്ത സംഘം നിർദ്ദേശം നൽകിയിരുന്നത്രേ. സംബാൽ കലാപത്തിൽ 4 പേരാണ് മരിച്ചത്. ഇതിൽ 2 യുവാക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് വാരിസിനെ അറസ്റ്റ് ചെയ്തത്. കലാപത്തിനായിട്ട് ആയുധങ്ങൾ എത്തിച്ചത് മുല്ല അഫ്രോസ് ആണ് എന്നാണ് വാരിസ് പറഞ്ഞത്. മുല്ല നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. ഈ കൊലപാതകങ്ങളിലൂടെ രാജ്യത്തുടനീളം കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷാരിഖ് സത്തയും സംഘവും തീരുമാനിച്ചിരുന്നതെന്നും അതവർ ആഗ്രഹിച്ചിരുന്ന രൂപമായിരുന്നു എന്നും ആണ് വാരിസിന്റെ മൊഴി. മുതിർന്ന അഭിഭാഷകനായ ഹരിശങ്കർ ജെയിനിന്റെ മകനാണ് വിഷ്ണു ജെയിൻ. രാമജന്മഭൂമി, ഗ്യാൻവാപി മസ്ജിദ്, സംബാൽ തുടങ്ങിയ 100-ലധികം കേസുകളിൽ ഹിന്ദു വിഭാഗത്തിനു വേണ്ടി അച്ഛനും മകനും സുപ്രീം കോടതിയിൽ വരേക്കും ഹാജരായിട്ടുണ്ട്. ഇപ്പൊ സംബാലിലെ മസ്ജിദിനോട് ചേർന്ന് പള്ളി കമ്മിറ്റി നിർമ്മിച്ച കടകൾ 24 മണിക്കൂറിനുള്ളിൽ പൊളിച്ചു നീക്കണമെന്ന് അന്ത്യശാസനം നൽകിയിരുന്നതാണ് ജനുവരി 13-ാം തീയതി യോഗി സർക്കാർ. അപ്പൊ സംബാലുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അവസാനിക്കാത്ത വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ ഇതൊക്കെ കാരണമായി. പള്ളി പൊളിക്കൽ മാത്രമല്ല, സർവേക്ക് വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം സംബാലിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ യോഗി ആദിത്യനാഥ് വിന്യസിപ്പിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ പറയുകയും സംബാലിൽ മുമ്പ് നടന്ന കലാപത്തെ കുറിച്ചിട്ട് വരെ പഠിക്കാനും അതിന്റെ എല്ലാ തരത്തിലുള്ള ചർച്ചകളും നടത്താനും
അതിന്റെ തെളിവുകൾ ശേഖരിക്കാനും യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. സംബാലിലെ പള്ളിയോട് ചേർന്നിട്ടുള്ള സർക്കാർ ഭൂമിയിലാണ് കടകൾ നിർമ്മിച്ചത് അനധികൃതമായി. എന്നിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക പള്ളി കമ്മിറ്റി പിരിച്ചെടുക്കുക. അതൊരു ജനാധിപത്യ രാജ്യത്ത് സർക്കാർ ഭൂമികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുക. അതിൽ തൊട്ടാലുടനെ മതവികാരം വ്രണപ്പെടുക. അത് വാദിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുക. പള്ളിക്ക് സമീപമുള്ള കിണർ നിർമ്മാണത്തിനിടയില് DM രാജേന്ദ്ര പാൻസിയെയാണ് കയ്യേറ്റം ശ്രദ്ധിച്ചത്. ഇതേക്കുറിച്ചിട്ട് അന്വേഷിച്ച സമയത്ത് ഇവിടെ നിർമ്മിച്ച 12 കടകളും അനധികൃതമായി നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ കടകളിൽ ഒന്ന് ഉടൻ തന്നെ പൊളിച്ചു മാറ്റുകയും ചെയ്തു. ഇതിനും പുറമെയാണ് ശേഷിക്കുന്ന 11 കടകൾക്കും 24 മണിക്കൂറിനുള്ളിൽ പൊളിക്കാൻ അന്ത്യശാസനം നൽകിയത്. റോഡ് കയ്യേറിയാണ് ഈ കടകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും അളക്കുന്ന സമയത്ത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയതായും SDM വന്ദന മിശ്രയും രേഖപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറും കാണിക്കാൻ പോലും കടയുടമയ്ക്ക് കഴിഞ്ഞില്ല. 24 മണിക്കൂറിനുള്ളിൽ കയ്യേറ്റം നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ബുൾഡോസർ ഉപയോഗിച്ച് എല്ലാ കടകളും പൊളിച്ചു മാറ്റുമെന്നും കടയുടമകൾക്ക് യോഗി ആദിത്യനാഥ് അന്ത്യശാസനം നൽകി. UP-യിലായതുകൊണ്ടും യോഗി ആയതുകൊണ്ടും ഒരുപക്ഷെ അനധികൃതമായി നിർമ്മിച്ചതായതുകൊണ്ട് അതിന് മസ്ജിദല്ല, അമ്പലമല്ല, ക്ഷേത്രമല്ല, ചർച്ചല്ല, എന്ത് തന്നെ ആയിരുന്നാലും ശരി അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ സംബാലുമായി ബന്ധപ്പെട്ട് ഒന്നല്ല 1000 സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പൊ പ്രവാചക നിന്ന നടത്തി, മതനിന്ന നടത്തി, മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് ഇവരെന്തോ ഒരു ഭൂകമ്പം നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള രൂപത്തിലുള്ള വാർത്തകളാണ് ഇവർക്കിടയിൽ പ്രചരിച്ചതെല്ലാം. അതുകൊണ്ടാണ് അഭിഭാഷകരെ അടക്കം കൊല്ലാൻ വേണ്ടി ഇവര് പ്ലാൻ ചെയ്യുന്നതും യോഗി ആദിത്യനാഥിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും അവർ വന്ന വാഹനങ്ങൾക്ക് തീയിടുന്നതും അവരെ കല്ലും മണ്ണും വാരി എറിയുന്നതും അല്ലാഹു അക്ബർ മുഴക്കി ഇവരുടെ സർവേ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇതെല്ലാം ഇതുമായിട്ട് കൂട്ടി വേണം വായിക്കാൻ. അങ്ങനെ നവംബർ 24 തീയതി 2024 ആ സമയത്താണ് സംബാലില് ഒരു സംഘർഷം നടക്കുന്നത്. അതിന് പിന്നാലെയാണ് മസ്ജിദിന് സമീപത്ത് പോലീസ് ഔട്ട് പോസ്റ്റിന് വേണ്ടിയിട്ട് ഭൂമി പൂജ നടത്തിയിരിക്കുകയാണ് ജില്ലാ അധികാരികളൊക്കെ. അതും ഇവരെ വലിയ രൂപത്തിൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. കാരണം മസ്ജിദ് പൊളിച്ച് അവർക്ക് അമ്പലം പണിയണം, പോലീസ് സ്റ്റേഷൻ പണിയണം, അതിനുവേണ്ടി ഭൂമി പൂജ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളായിരുന്നില്ല. ശനിയാഴ്ച മസ്ജിദ് മുന്നിലെ തുറസായ മൈതാനം അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഭൂമി പൂജ നടത്തിയത്. അയോധ്യയിലെ ബാബരി മസ്ജിദിനെതിരെ സംഘപരിവാർ രാഷ്ട്രീയ ആക്കം കൂട്ടിയതിന് സമാനമായിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും പുതിയ ഹിന്ദുത്വ പരീക്ഷണത്തിലുള്ള സംബാലിന്റെ പ്രാധാന്യം അടിവരയിടുന്നതാണ് ഈ നീക്കം എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മതനേതാക്കളും ആരോപിച്ചു. നവംബർ 24 തീയതിയുള്ള അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ആസൂത്രണം ചെയ്തതാണ് മസ്ജിദിന് സമീപമുള്ള ഒരു ഔട്ട് പോസ്റ്റ്. സംബൽ പോലീസ് സ്റ്റേഷന്റെ കീഴിലായിരിക്കും മസ്ജിദ് പ്രവർത്തിക്കുക. ഭൂമി പൂജയും തറക്കല്ലിടൽ ചടങ്ങും എല്ലാ അനുഷ്ഠാനങ്ങളും പാലിച്ചിട്ടാണ് നടത്തിയത്. തന്നെയുമല്ല നിർമ്മാണത്തിൽ വാസ്തുദോഷമില്ല എന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്ഥിരീകരിച്ചു. പുരോഹിതർ ശോഭിത് ശാസ്ത്രിയെയാണ് കൊണ്ടുവന്നത് അതിനു വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു വിഭാഗം ആളുകളെ പ്രകോപിതരാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവര് പ്രകോപിതരാകുമെന്ന് കരുതി അനധികൃതമായി ഉണ്ടാക്കിയ ഭൂമി സർക്കാരിന് പിടിച്ചെടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പൊ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനു വേണ്ടി ഭരണകൂടം കണ്ടെത്തിയ ഭൂമി ഭാഗികമായി പ്രദേശവാസികളുടെയും അത് ഭാഗികമായി വഖഫ് ബോർഡിന്റേതുമാണ് എന്ന ഉടമസ്ഥാവകാശം ഉറപ്പാക്കാതെ അവരിവിടെ ഒരു ഭരണഘടനയും ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മസ്ജിദ് സെക്രട്ടറി സഫർ അലി മുന്നോട്ട് വന്നു. അതായത് വീണ്ടും അയോധ്യയെ പോലെ തന്നെ പ്രാദേശിക കോടതിയിൽ നിന്നുള്ള ഉത്തരവിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും തിടുക്കത്തിലുള്ള ഒരു നടപടിയെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാ കോടതി വിധികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് സംബാൽ ജനത അതിനെ എതിരേറ്റത്.